കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ ദൂരദർശനെതിരെ കടുത്ത ആരോപണവുമായി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ദൂരദർശൻ കേന്ദ്ര ഭരണകക്ഷിയായ ബിജെപിയുടെ വെറും വക്താവായി അധപ്പതിച്ചുവെന്ന് ബിനോയ് വിശ്വം ആരോപിച്ചു. കേന്ദ്ര സർക്കാരിനെയും ബിജെപിയെയും വിമർശിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടതാണ് സിപിഐയെ ചൊടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സിപിഐക്ക് അനുവദിച്ച പരിപാടിയിലായിരുന്നു രാഷ്ട്രീയ വിവാദമായ സംഭവങ്ങൾ അരങ്ങേറിയത്. അന്യമത വിദ്വേഷത്തെയും ന്യൂനപക്ഷ വേട്ടയെയും കുറിച്ച് ബിനോയ് വിശ്വം പറഞ്ഞ വാക്കുകളാണ് ദൂരദർശൻ വെട്ടിമാറ്റിയത്. അങ്ങനെയെങ്കിൽ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് ബിനോയ് വിശ്വം മറുപടി നൽകി. ബിജെപിയുടെ കൽപ്പന പ്രകാരമാണ് വെട്ടിമാറ്റലെന്നും ഈ രാഷ്ട്രീയത്തിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സിപിഐക്ക് അനുവദിച്ച പരിപാടിയിലായിരുന്നു രാഷ്ട്രീയ വിവാദമായ സംഭവങ്ങൾ അരങ്ങേറിയത്. ബിജെപിയുടെ സൗകര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സെൻസർ ബോർഡായി മാറുകയാണോ കേന്ദ്ര സർക്കാർ? രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭരണകൂടത്തെ വിമർശിക്കാനുള്ള അവകാശവും സെൻസർ ചെയ്യപ്പെടുകയാണോ? ബിജെപിക്കും കേന്ദ്ര സർക്കാരിനുമെതിരായ പരാമർശങ്ങൾ ഒഴിവാക്കി പരിപാടി റെക്കോർഡ് ചെയ്യാൻ ദൂരദർശൻ ആവശ്യപ്പെട്ടെന്നും അങ്ങനെയെങ്കിൽ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചുവെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ദൂരദർശനെയും ആകാശവാണിയെയും യജമാനന്റെ ശബ്ദം മാത്രം കേൾപ്പിക്കാനുള്ള യന്ത്രമായി മാറ്റുന്നുവെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു. പ്രതികരണത്തിലേക്ക്. ഈ പ്രക്ഷേപണത്തിൻ്റെ 2 പാരഗ്രാഫ് തെറ്റിംഗ് കമ്മിറ്റി വെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടത് ഒഴിവാക്കിയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു ഏതൊക്കെ ഭാഗമാണ് വെറ്റിംഗ് കമ്മിറ്റിക്ക് സ്വീകാര്യമാകാത്തത്. ഈ 2 പാരഗ്രാഫ് ഒഴിച്ച് ബാക്കിയെല്ലാം വെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സാറിന് ബാക്കിയെല്ലാം വായിച്ച് റെക്കോർഡ് ചെയ്യാം, ഈ ഭാഗം റെക്കോർഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. നമുക്ക് വെട്ടിമാറ്റിയ ഭാഗങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. കേന്ദ്ര സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ബിജെപിയുടെ രാഷ്ട്രീയത്തിന് കേരളം സ്വീകാര്യമല്ല. ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്നതാണ് ബിജെപിയുടെ നയം. വിഭജന രാഷ്ട്രീയത്തിലൂടെ ബിജെപി സ്വയം ശക്തി പ്രാപിക്കുന്നു. ബിജെപി മുന്നോട്ട് വയ്ക്കുന്നത് മതവിദ്വേഷത്തിന്റെ പിന്തിരിപ്പൻ രാഷ്ട്രീയം. മതന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും നേർക്ക് ആക്രമണങ്ങൾ നടത്തുന്നു. ബിജെപി ഭരിക്കുന്ന ഇടങ്ങളിൽ ഭരണകക്ഷിയുടെ പിന്തുണയോടെയാണ് ആക്രമണങ്ങൾ. പീഡനങ്ങൾക്കിരയാവുന്നവർക്ക് നിയമവാഴ്ചയുടെ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല. അവിടെയെല്ലാം പീഡകർക്ക് എല്ലാ സംരക്ഷണവും ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ വ്യത്യസ്തമാണ് കേരളം. ഇതൊക്കെയായിരുന്നു വെട്ടിമാറ്റിയ ഭാഗങ്ങൾ, വെട്ടാൻ ആവശ്യപ്പെട്ട ഭാഗങ്ങൾ. അർച്ചന എന്ത് തോന്നുന്നു? ഇത് നേരത്തെ കുറച്ചു നേരം നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച്, അവരുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് കുറേ വിമർശനങ്ങൾ ഉന്നയിച്ചല്ലോ. ചില കാര്യങ്ങൾ നമുക്ക് അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും പറയണമല്ലോ. അതായത് കഴിഞ്ഞ തവണ ഇതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് വേണ്ട രീതിയിലുള്ള പരിഗണന പ്രതിപക്ഷ പാർട്ടികൾക്ക് കൊടുത്തില്ല എന്നുള്ളത് വിമർശനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഉന്നയിച്ചിരുന്നു, നോട്ടീസ് അയച്ചിരുന്നു ദൂരദർശന്. അതായത് ഈ കാലത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് വേണ്ട രീതിയിലുള്ള 2019 എൻ്റെ ഓർമ്മ. 2019 അതെ, 2019 തന്നെയാണ് ആവശ്യമുള്ള സമയം, ആവശ്യത്തിന് വേണ്ട സമയം മാത്രമല്ല, കൊടുക്കുന്ന സമയത്തിൽ തന്നെ വലിയ വ്യത്യാസം. ഞാൻ പറയാം, ഏതാണ്ട് 60-70% സമയം രാഷ്ട്രീയ പാർട്ടികൾക്ക് സമയം അനുവദിക്കുന്നു ദൂരദർശൻ. അതിൽ 70%-ലേറെ സമയം ഭരണത്തിലിരിക്കുന്ന NDA പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് BJPക്ക് മാത്രം പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിനെതിരെയാണ് അങ്ങനെയുള്ളൊരു വിമർശനം ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഉന്നയിക്കുകയും ദൂരദർശന് നോട്ടീസ് അയക്കുകയും ചെയ്തത്. അടിസ്ഥാനപരമായി ഇതിനകത്ത് ദൂരദർശനെ പ്രത്യേകിച്ച് വേറൊന്നും പറഞ്ഞൊരു കാര്യമല്ല. ഇത്തരം എല്ലാ ഏജൻസികളും ഇത്തരം സ്ഥാപനങ്ങളും ആത്യന്തികമായി ഭരണകൂടത്തിൻ്റെ തൊമ്മികളായിരിക്കും ഈ ഭരിക്കുന്ന കാലത്ത്. അതാത് ഭരണകൂടങ്ങൾ അവർക്കിഷ്ടമുള്ള പോലെയാണ് ഇത് കൈകാര്യം ചെയ്യുക. ഇതിനു മുമ്പ് ഇതേ ആരോപണം ഉണ്ടായിട്ടുണ്ട്. അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കാലമാണ്. അന്ന് BJPക്ക് അടക്കം സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു പരാതിയായി ഉയർന്നിരുന്നത്. ഇപ്പോൾ മറ്റൊരു തരത്തിൽ, അന്നൊക്കെ സമയമാണ് പ്രശ്നമെങ്കിൽ ഇന്ന് ആ സമയത്തിനപ്പുറത്ത് ഗുരുതരമായ വേറൊരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. 2019 ബിനോയ് വിശ്വം തന്നെ ഇതേ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. 2019 ബിനോയ് വിശ്വം ഈ പറയുന്നത് പോലെ NDAയെയും BJPയെയും വിമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ 5 മിനിറ്റ് തെരഞ്ഞെടുപ്പ് പ്രസംഗമാണ്. അത് അനുവദിക്കാനാവില്ല എന്നാണ് ദൂരദർശൻ പറഞ്ഞത്. കാരണം അതിൽ ഇവരെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടെന്ന്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ദൂരദർശൻ പ്രസംഗത്തിൽ നിന്ന് കമ്മ്യൂണൽ അതോറിറ്റേറിയൻ റെജീം എന്ന വാക്ക്, ഡ്രാക്കോണിയൻ ലോസ് എന്ന വാക്ക്, ബാങ്ക്രപ്സി എന്നുള്ള വാക്ക്, ഫെയിലിയർ എന്ന ആദ്യത്തെ ഈ 2 വാക്കുകൾ ഒഴിവാക്കാൻ പറഞ്ഞു. ബാങ്ക്രപ്സി എന്ന വാക്ക് ഫെയിലിയർ എന്നാക്കി മാറ്റാനും ആവശ്യപ്പെട്ടു. അതുപോലെ G. ദേവരാജൻ്റെ പ്രസംഗത്തിൽ നിന്ന് മുസ്ലിംസ് എന്നുള്ള വാക്ക് അത് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടു. ഇങ്ങനെ
വിചിത്രമായ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്ന ദൂരദർശൻ അതേസമയം ഭരണകക്ഷിയിൽപ്പെട്ടവരുടെ പ്രസംഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും ഒഴിവാക്കാറില്ല. അതിപ്പോൾ ആ പ്രസംഗങ്ങൾ ആർക്കെതിരെയാണ് ഉണ്ടാവുക? പ്രതിപക്ഷത്തിനെതിരെ. ആ പ്രതിപക്ഷത്തിനെതിരെ ഉണ്ടാകുന്ന രൂക്ഷ വിമർശനങ്ങളിൽ പ്രത്യേകിച്ച് ഇടപെടാൻ ഈ ദൂരദർശൻ കൂട്ടാക്കാറില്ല എന്നുള്ളതാണ് അവിടെ പ്രശ്നം. അപ്പോൾ ആത്യന്തികമായി ഭരണകൂടത്തിൻ്റെ ഒരു ഉപകരണമായി തന്നെയാണ് ദൂരദർശൻ പ്രവർത്തിക്കുന്നത്. അത് ഒന്നുകൂടി ഉറപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെയല്ലല്ലോ വേണ്ടത്. നിഷ്പക്ഷമായി ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രാതിനിധ്യത്തിനനുസരിച്ചുള്ള സമയം അനുവദിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ആ സമയം അനുവദിക്കുന്നതിൽ ദൂരദർശൻ ഒരു ഘട്ടത്തിലും ആ നിലയ്ക്കൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ഇന്ത്യയിലെ ഒരു പൊതു സാഹചര്യം ഈ മട്ടിൽ തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം ഇതിപ്പോൾ ദൂരദർശൻ അടക്കമുള്ള ചാനലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർക്കാർ മാധ്യമങ്ങൾ ഈ സമയം അനുവദിക്കുന്നതിലെ പ്രശ്നം മാത്രമല്ല. ഇപ്പോൾ ഈ CSDS-ൻ്റെയൊക്കെ സർവേ പരിശോധിച്ചാൽ മാധ്യമപ്രവർത്തകർ തന്നെ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 82% സ്ഥാപനങ്ങളും ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളായി നിലനിൽക്കുന്നു എന്ന് CSDS-ഉം അതുപോലെ തന്നെ നേരത്തെ റോയിറ്റേഴ്സിൻ്റെ സർവേ ഉണ്ടായിരുന്നു. ആ സർവേയിലെല്ലാം ഈ മാധ്യമ പ്രവർത്തകർക്കിടയിൽ നടക്കുന്ന സർവേയിൽ പോലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ വെളിവാകുന്നത്. അപ്പോൾ ആ അനുപാതരഹിതമായ ഒരു പരിഗണന ഭരണകൂടത്തിൻ്റെ ഭാഗമായ അല്ലെങ്കിൽ സർക്കാരിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുകയും ഇപ്പുറത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് വേണ്ട പരിഗണന കിട്ടാതിരിക്കുകയും ഇത്തരത്തിൽ ഒരു വലിയ വിമർശനം ഉണ്ടാവേണ്ട തരത്തിലുള്ള ഈ കത്രിക ഇടപെടൽ നടത്തുകയും ചെയ്യുന്നു. 2014 ഇതേ ആരോപണം അന്ന് BJP ഉന്നയിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ പറയണമല്ലോ. കാരണം ഈ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോകണമല്ലോ. അതായത് അന്നത്തെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നരേന്ദ്രമോദി ഇൻ്റർവ്യൂവിൽ പ്രിയങ്ക ഗാന്ധി മകളെപ്പോലെയാണ് എന്ന് പരാമർശിച്ചിട്ടുള്ളത് എടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ടു. അന്ന് ഭരിക്കുന്നത് UPA ആണ്. ഇനി അഹമ്മദ് പട്ടേലിനെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ അതും എഡിറ്റ് ചെയ്ത് മാറ്റാനുള്ള ആവശ്യം ഉന്നയിച്ചു. അന്ന് BJP അത് വലിയ ആരോപണമായി ഉന്നയിച്ചതാണ്. അപ്പോൾ സെൻസർഷിപ്പ് പ്രവർത്തിക്കുന്നത് ഈ മട്ടിലാണ്. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ വിദ്വേഷ പ്രചാരണം, നേരത്തെ ഈ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതുപോലെ വിദ്വേഷ പ്രചാരണത്തിൻ്റെ സ്വഭാവത്തിലുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നാട്ടിൽ കുഴപ്പം ഉണ്ടാക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ഈ പറഞ്ഞു പോവുക. എന്തായാലും എതിർ രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ സീതാറാം യെച്ചൂരിയുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ നടപടികളെക്കുറിച്ചാണ് വിമർശനങ്ങൾ ഉയരുന്നത്. ആ വിമർശനങ്ങളെക്കുറിച്ചുള്ള വാക്കുകൾ പോലും കൊടുക്കാൻ ദൂരദർശൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ആത്യന്തികമായി ചെയ്യുന്നത്. ദൂരദർശനെ കാലങ്ങളായിട്ട് അങ്ങനെയാണ്. ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേക സമയം അനുവദിക്കുമ്പോൾ ഇതാണ് അവസ്ഥ. അല്ലാത്ത സമയത്ത് പൂർണ്ണമായിട്ടും സർക്കാർ അനുകൂല സ്ഥാപനമായി അത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എത്ര ആളുകൾ കാണുന്നുണ്ട്, എന്താണ് അതിൻ്റെ ഒരു റീച്ച് എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഇതിനെക്കുറിച്ച് നമ്മൾ. അതുകൊണ്ട് ആ നിലയ്ക്കുള്ളൊരു റീച്ചിൻ്റെ കാര്യത്തിൽ അത് ആ നിലയ്ക്ക് വലിയ കാര്യമായ റീച്ചൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും ഈ സമയം അനുവദിക്കുക എന്നുള്ളത് തുല്യ പരിഗണന അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ആനുപാതികമായ പരിഗണന ദൂരദർശൻ ചെയ്യേണ്ടതാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ അന്ന് നോട്ടീസ് അയച്ചതേ ഉള്ളൂ. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് ഈ സമയം അനുവദിക്കുകയും ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഹർഷൻ പറഞ്ഞ പോലെ തന്നെ ഇത് ബിനോയ് വിശ്വം വന്ന അതിലൊരു പ്രതികരണം നടത്തുമ്പോൾ ദൂരദർശൻ പോലുള്ള ഒരു സ്വതന്ത്ര സ്വഭാവമുള്ള സ്ഥാപനം ഇങ്ങനെ ആവരുത് എന്നൊക്കെയായിരുന്നു പറയുന്നത്. അതൊരു സ്വതന്ത്ര സ്വഭാവം എന്നുള്ളത് ഒരു സാങ്കല്പികമായ കാര്യമാണ് നിലവിലത്തെ അവസ്ഥയിൽ. കാരണം അങ്ങനെ ഇല്ലല്ലോ. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഇപ്പോൾ ഇത്രയും കാലമായി NDA അവിടെ ഭരിക്കുകയാണ്, കേന്ദ്രത്തിൽ ഭരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി NDA അനുകൂല കണ്ടന്റുകളും അവരുടെ വാർത്തകളും വികസനങ്ങളും അങ്ങനെ അതെ മാറ്റിക്കളഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റുകൾ മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗമായി ദൂരദർശൻ മാറിയിട്ട് കാലങ്ങൾ എത്രയോ ആയി. പക്ഷേ അപ്പോഴും ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റ് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ നയവും അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ ജനങ്ങളോട് പറയുവാൻ വേണ്ടി, വിശദീകരിക്കുവാൻ വേണ്ടി സമയം കൊടുക്കുക എന്നുള്ളതായിരുന്നു എല്ലാ കാലത്തും ചെയ്തിരുന്നത്. അതിലാണ് ഇപ്പോൾ ഈ വിധം ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. എന്നാലും വെട്ടിമാറ്റിയ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുൻകരുതൽ മനസ്സിലാവും എന്തായാലും. പക്ഷേ അത് CPI പോലുള്ള ഒരു പാർട്ടി എല്ലാ കാലത്തും BJP നയങ്ങൾക്കെതിരാണെന്നും അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരാണെന്നും അവരുടെ പ്രത്യയശാസ്ത്രം അങ്ങനെയാണ് ഇരിക്കുന്നതെന്നും സ്വാഭാവികമായും അത് തന്നെയാണ് ഇവർ വിശദീകരിക്കാൻ വരുന്നു എന്നുള്ളത് ദൂരദർശനും അറിയാം. അതുകൊണ്ട് തന്നെ ഇതൊരു മുൻകരുതൽ വെട്ടായിട്ടാണ് എനിക്കതിനെ മനസ്സിലായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അത് വേണ്ട, അത്തരം സാധനങ്ങൾ ഞങ്ങളുടെ ഇതിലൂടെ പ്ലാറ്റ്ഫോമിലൂടെ പോകണ്ട എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. വെട്ടിയ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും മനസ്സിലാവുകയും ചെയ്യും. സത്യത്തിൽ ഹർഷം, നമ്മൾ വിചാരിക്കും
സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ വിചാരിക്കും നമ്മളെന്ത് കാണണം, നമ്മളെന്ത് ചിന്തിക്കണം, നമ്മളെന്ത് വായിക്കണം, നമ്മളെന്ത് കഴിക്കണം, ഇങ്ങനെയൊക്കെ നമ്മളാണ് വിചാരിക്കുന്നത് എന്നാണല്ലോ, നമ്മളാണ് നമ്മുടെ അതോറിറ്റിയാണെന്നാണല്ലോ. പക്ഷേ അതിലെല്ലാം ഒരു തീവ്ര വലതുപക്ഷ സെൻസറിങ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് നമ്മുടെ മുൻ അനുഭവങ്ങളിൽ നിന്ന് തന്നെ, ഈ ഇപ്പോഴും മുൻപിലുള്ള അനുഭവങ്ങളിൽ നിന്ന് തന്നെ എല്ലാ തവണയും എല്ലാ തലത്തിലും അത് വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഉദാഹരണമായിട്ടാണ് ഇതിൽ കാണുന്നത്. ഇനിയിപ്പോൾ ഈ സെൻസറിങ് എന്നുള്ളത്, അതായിരുന്നല്ലോ വേർഡ്, ദൂരദർശൻ്റെ സെൻസറിങ് ഉണ്ടായിരിക്കുന്നു, കട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണോ? സെൻസറിങ് എന്ന് പറയുന്നത് ഈ ഏതിലാണ് ഈ എൻ ഡി എ മാത്രമല്ല എല്ലാവരും ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവരവരുടെ ചട്ടുകങ്ങളായി സ്വാഭാവികമായും ഈ മീഡിയാസിനെയൊക്കെ ഉപയോഗിക്കുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ സെൻസർ ബോർഡിനെ കൊണ്ട് സെൻസർ ചെയ്യിപ്പിക്കുന്ന എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സിനിമ അതിനെ കാണണം. ആദ്യമായിട്ടുള്ളത് ഈ ചരിത്രത്തിൽ നമുക്ക് തന്നെ നമ്മുടെ എത്ര സിനിമകൾക്ക് വേണ്ടി നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം അതിനു മുമ്പ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അങ്ങനെയായിരുന്നല്ലേ ഉണ്ടായിരുന്നത് ഒരു സിനിമ. അതിൽ സീതയുടെ പര്യായമായി ജാനകി എന്നുള്ള പേര് വരുന്നത് കൊണ്ട് അത് വെട്ടണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി അത് പോട്ടെ, അത് ചിലപ്പോൾ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട. പക്ഷേ അതിനു മുമ്പ് വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു സിനിമ വന്നിരുന്നു, എമ്പുരാൻ എന്നുള്ള സിനിമ. എമ്പുരാൻ എത്ര കട്ടുകളായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ കട്ട് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞിരുന്നത് റീസെൻസർ ചെയ്തിട്ട് വീണ്ടും ഇറങ്ങി കേട്ടോ ആ പടം, അറിയാമല്ലോ. എന്നിട്ട് അതിൽ ഗുജറാത്ത് കലാപം ചിത്രീകരിച്ചതിൻ്റെ അസ്വസ്ഥതയാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചിരുന്നത്. അതിൽ വസ്തുതാവിരുദ്ധ ഉണ്ടായതുകൊണ്ടല്ല, അത് ഇവർക്ക് അസ്വീകാര്യമായതുകൊണ്ടാണ് അവർ സെൻസർ ബോർഡിനെ കൊണ്ട് ഇങ്ങനെ ഒരു കടുംവെട്ടെന്ന് പറഞ്ഞൂടെ, കടുംവെട്ടത് നല്ല അർത്ഥത്തിലാണ് കടുംവെട്ടെന്ന് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഇനി അത് പോട്ടെ, ഹാൽ എന്ന സിനിമയിൽ ധ്വജപ്രണാമം എന്ന് പറയുന്ന ഒരു വാക്ക് പോലും ഉപയോഗിക്കാൻ പറ്റില്ല. പ്രൈവറ്റ് എന്നൊരു സിനിമയിൽ ഇങ്ങനെ മുഴുവൻ സമകാലികമായി നമ്മളുടെ അടുത്ത് ഏത് കാര്യത്തിലും ഇത്തരമൊരു ഇടപെടലും കട്ടും സെൻസറിങ്ങും നമ്മുടെ എല്ലാ ജീവിത തലത്തിലും ഇവർ ഗവൺമെൻറ് അറിഞ്ഞോ അറിയാതെയോ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അവർക്കിതിലെല്ലാം കൃത്യമായ വ്യൂ ഉണ്ട്, കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അതുതന്നെയാണ് അവരെല്ലാ കാലത്തും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എതിർ ശബ്ദങ്ങൾ നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ കേട്ടാൽ മതി എന്നുള്ള ഒരു നിലപാടാണ് അതിന് പിന്നിൽ. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു തീവ്ര വലതുപക്ഷ നിലപാട് തന്നെയാണ്. ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒഫീഷ്യലായിട്ടാണ് ഈ ഫ്രീ ടൈം അനുവദിക്കുന്നത്. അത് പാർട്ടി ഇലക്ഷൻ ബ്രോഡ്കാസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അനുവദിക്കുന്നതാണ്. അതിനകത്ത് ഈ അതായത് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി പീപ്പിൾസ് ആക്ട് സെക്ഷൻ 39A പ്രകാരം ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് ദൂരദർശനിലും എയർലൈനിലും ഫ്രീ ബ്രോഡ്കാസ്റ്റ് സ്ലോട്ടുകൾ അനുവദിക്കുന്നുണ്ട്. അങ്ങനെ അനുവദിക്കുന്നതാണ്. അതായത് അവർക്ക് അവരുടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സമയം, അവർക്ക് ജനങ്ങളെ അവരുടെ വാദങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. അവിടെ പോലും കത്തിവെക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അതായത് ഓരോ റെക്കഗ്നൈസ്ഡ് പാർട്ടികൾക്കും 45 മിനിറ്റ് അനുവദിക്കുന്നു. അധിക സമയം എന്ന് പറയുന്നത് മുൻ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയറോ പെർഫോമൻസോ അനുസരിച്ച് പ്രൊപ്പോർഷണലായിട്ട് അത് മാറിയും കുറഞ്ഞും ഇരിക്കുന്നു. അപ്പോൾ ഇത് എന്താണ്, ഈ ദൂരദർശൻ കൊടുക്കേണ്ട സമയമാണ്. ആ കൊടുക്കേണ്ട സമയത്ത് വരുന്ന ഇത്തരം ആ രാഷ്ട്രീയ പാർട്ടിക്ക് സ്വതന്ത്രമായി ലഭിക്കുന്ന ആ സമയത്തുള്ള പരാമർശങ്ങളിലുള്ള ഇത്തരം ഇടപെടൽ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്മേലുള്ള ഇടപെടൽ തന്നെയാണ്. അതെ. അടുത്ത കാലത്ത് ദൂരദർശൻ ന്യൂസിന്റെ ലോഗോ നിറം കാവി നിറത്തിലേക്ക് മാറ്റിയത് വാർത്താ അവതരണത്തിലെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ സൂചനയായി പലരും വിലയിരുത്തിയിരുന്നു. സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട പൊതുജന സേവന മാധ്യമങ്ങൾ ഭരണകൂടത്തിന്റെ പ്രചാരണ ആയുധങ്ങളായി മാറുന്ന കാഴ്ചയാണ് നാം ദിനംപ്രതി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഉന്നയിക്കുന്ന ആശങ്കകൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ. അദൃശ്യമായൊരു സെൻസർഷിപ്പ് ദൂരദർശനിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നിലപാട് പുലർത്തേണ്ട പൊതുപ്രക്ഷേപണ സംവിധാനം രാഷ്ട്രീയ പാർട്ടിയുടെ ചാനലായി മാറുന്നത് ഒട്ടും അംഗീകരിക്കാനാകില്ല. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളും എതിർക്കപ്പെടേണ്ടതാണ്.